10 വർഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 10 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ കാർ ഓടിക്കുന്നത്. ഇതുപോലെ എന്നെപ്പോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടായിട്ടും കാർ ഓടിക്കാൻ പേടിയായിട്ട് വണ്ടി എടുക്കാതിരിക്കുന്ന ഓരോ പെൺകുട്ടികളോടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാർ എടുക്കാൻ. കാരണം ഇത് വലിയ സാധന, സ്കൂട്ടറിന്റെ പോലെയല്ല. ഒരുപാട് സ്പേസ് വേണം, ആളുകൾക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് ഇത്രയും ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ടെൻഷൻ കാരണം ഞാൻ ഈ സാധനം എടുക്കൂലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ കുട്ടി വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ ആവശ്യകത വന്നത്. വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലുള്ള വണ്ടിക്ക് സ്ക്രാച്ച് ആവും, തട്ടിപ്പോവും എന്നൊക്കെയുള്ള പേടി കാരണം ഞാനൊരു പഴയ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു. ഈ കാറും കൊണ്ട് ഡെയിലി ഒരു ഗ്രൗണ്ട് പോകും. ഈ ഗ്രൗണ്ട് വട്ടത്തിലാണ്. ഞാൻ ഈ വട്ടത്തിൽ കറങ്ങാൻ നോക്കി, ഒരിക്കൽ പോലും ഇത് വട്ടത്തിലാവാറില്ലായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ, ആ എഞ്ചിന്റെ ജേർക്കിംഗ് ഒക്കെ കണ്ടും കേട്ടും കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങും. എൻ്റെ കൈയൊക്കെ ഭയങ്കര തണുക്കാൻ തുടങ്ങും. എനിക്ക് അത്രയും പേടിയായിരുന്നു ഈ വണ്ടി എടുക്കുക എന്നുള്ള സംഭവം. പക്ഷെ പിന്നെ പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ടും ആളുകളില്ലാത്ത റോട്ടിലൂടെ ഓടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇതൊന്ന് ലെവലാക്കി എടുത്തത്. പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോട്ടിലോട്ട് ഇറക്കി നമ്മൾ ഓടിക്കണമല്ലോ, ഈ ആളുകളുള്ള റോട്ടിലോട്ട് ഇറക്കണമല്ലോ. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ച് ഇങ്ങനെ വിട്ടിട്ട് ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്താലാണല്ലോ ഇത് മൂവ് ചെയ്യുക. പക്ഷെ പല സമയത്ത് എൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോവും. നിന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ അപ്പോഴേക്കും ബാക്കിൽ നിറയെ വണ്ടിയായിട്ട് ആളുകൾ ഹോൺ അടിക്കാൻ തുടങ്ങും, ആളുകൾ ഭയങ്കരമായിട്ട് തെറി വിളിക്കാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നല്ല തൊലിക്കട്ടിയും ധൈര്യവും ആവശ്യമുള്ള ഒരു ടാസ്ക്കാണിത്. നിങ്ങൾ പേടിക്കുന്ന പോലെയുള്ള സംഭവങ്ങളല്ല നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങൾ കാര്യമായിട്ട് ഫേസ് ചെയ്യേണ്ടത് ഈ ആളുകളുടെ കളിയാക്കലൊക്കെയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതും കളിയാക്കി ചിരിക്കുന്നതും പെണ്ണുങ്ങളായിരിക്കും. നിങ്ങളുടെ വണ്ടിയൊക്കെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളായിരിക്കും തലയിട്ട് നോക്കിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തോ മഹാപാപം ചെയ്ത പോലെ നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കുന്നത്. പലപ്പോഴും പുരുഷന്മാര് ഭയങ്കര മഹാമനസ്കരായതുകൊണ്ട് പലപ്പോഴും എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്, ഭയങ്കര തെറിവിളികളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കേട്ടൊരു കാര്യമാണ്, നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് റോട്ടിലേക്ക് ഇറക്കിക്കൂടെ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് കാർ ഓടിക്കാൻ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് റോട്ടിൽ ഇറക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലതും കേൾക്കും, നിങ്ങളോട് പലരും പലതും പറയും. നമുക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് റോഡ്. ആണുങ്ങളുടെ മാത്രം കുത്തകയല്ല റോഡ്. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് എന്നെ പോലെ പേടിച്ച് നിൽക്കുന്ന ഓരോ പെൺകുട്ടികളോടാണ്, നിങ്ങൾ പേടി ഒഴിവാക്കുക. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ആളുകൾ കളിയാക്കിക്കോട്ടെ, അതൊന്നും വിഷയമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സ്കില്ലാണ് ഇത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആവും എന്നുള്ളത്.